Hello everyone. ഇന്നത്തെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടുഡേ വി ഗോയിങ് ടു ലുക്ക് ഡേറ്റ വിഷ്വലൈസേഷൻ. നമ്മൾ ഡേറ്റ മൈനിങ് ചെയ്തിട്ട് ആ റിസൾട്ട്സ് അല്ലെങ്കിൽ പാറ്റേൺസ് നമുക്ക് ഏതാണോ കിട്ടുന്നത് അതിനെ പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ മൈൻ ചെയ്തെടുത്ത പാറ്റേൺ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്നും എന്ത് ഡേറ്റയാണ് നമ്മൾ പഠിക്കുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. Every method has got its own positive side as well as negative side. ഓക്കെ, അതിൻ്റെതായ പ്രയോജനവും ഉണ്ട്, എല്ലാ മെത്തേഡിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളും ഉണ്ട്. ഓക്കെ, സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വി വോണ്ട് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പാറ്റേൺ, നമ്മൾ ഏത് കൈൻഡ് ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണോ നോക്കുന്നത് അതേ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് വിഷ്വലൈസേഷൻ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടിയെന്ന് അറിയത്തില്ല എങ്കിൽ പോലും നമുക്ക് പലതും ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന പാറ്റേൺ എന്താണെന്ന് സ്റ്റഡി ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, വാട്ട് ഇസ് ദ എയിം ഓഫ് വിഷ്വലൈസേഷൻ? വളരെ സിമ്പിൾ ആണ്. ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡേറ്റ മൈൻ ചെയ്യുന്നത്. നോളജ് അതിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ നോക്കുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇറ്റ് മൈറ്റ് ബി എ ബിസിനസ്, ഇറ്റ് മൈറ്റ് ബി സെയിൽസ്, ഇറ്റ് might be for customers, it might be for health organizations or government organizations. എന്തെങ്കിലും ആയിക്കോട്ടെ, ഹ്യൂമൻ ബീയിങ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാകുന്ന രീതിയിൽ, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഔട്ട്പുട്ടിനെ പ്രസന്റ് ചെയ്യണം. ദാറ്റ് ഇസ് വൈ വിഷ്വലൈസേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈച്ച് ഓഫ് ദീസ് മെത്തേഡ്സ്, എല്ലാ മെത്തേഡ്സിലും നമ്മൾ ഇത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക്കലി ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ it is not easy to do these visualization techniques തന്നെ is an area of research. Okay, now let's look one by one at the popular visualization techniques. എല്ലാം ഞാൻ അവകാശപ്പെടുത്തില്ല. There are many different visualization techniques based on what the researchers want at that particular time. Okay, popular ആയിട്ട് കാണുന്ന വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So the first one is pixel oriented visualization. ആ പേരിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകണം, നമ്മുടെ ഡേറ്റയെ, അതിന്റെ ആട്രിബ്യൂട്ട്സിനെ പിക്സൽസ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് പിക്ടോറിയൽ ഫോമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് പിക്സൽ ഓറിയന്റഡ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓരോ ഡയമെൻഷൻ അല്ലെങ്കിൽ ഓരോ ആട്രിബ്യൂട്ടിലുള്ള വാല്യൂസിനെ നമ്മൾ ഈ ഒരു പിക്സൽ റെപ്രസെന്റേഷൻ, ഒരു ആട്രിബ്യൂട്ടിന് ഒരു പിക്സൽ വാല്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് m ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ m പിക്സൽ ഓറിയന്റഡ് വിഷ്വലൈസേഷൻ ആവശ്യമുണ്ട്. m വിൻഡോസ് ഉണ്ടാവും. ഓക്കെ, ഒരു വിൻഡോ ഒരു ഡയമെൻഷന് വേണ്ടിയിട്ട്. ആൻഡ് ഈ m ഡയമെൻഷൻസിലുള്ള വാല്യൂസ്, ഒരു വാല്യൂ ആയിരിക്കത്തില്ലല്ലോ ഒരു ആട്രിബ്യൂട്ടിലുള്ളത്, പല വാല്യൂസ് കാണും. ആ ഓരോ വാല്യൂസും ഓരോ ഈ പിക്സൽ കളേർഡ് ആണെന്നുണ്ടെങ്കിൽ കളേഴ്സും ഇന്റൻസിറ്റിയിലേക്കും മാപ്പ് ചെയ്യും, അല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്റൻസിറ്റിയിലേക്ക് മാപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് ഓരോ ഈ പിക്സൽ ഓറിയന്റഡ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ വിൻഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സാമ്പിൾ. ഇത് ഡേറ്റ, ആദ്യത്തെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ ഇൻകം ആണ്, രണ്ടാമത്തെ വിൻഡോ ക്രെഡിറ്റ് ലിമിറ്റ് ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റിൽ മേടിക്കാൻ പറ്റുന്ന ലിമിറ്റ്. മൂന്നാമത്തേത് ട്രാൻസാക്ഷൻ വോളിയം, ഓരോ കസ്റ്റമേഴ്സ് എത്ര ട്രാൻസാക്ഷൻസ് ആണ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തിട്ട്. ഓക്കെ, ആ പർട്ടിക്കുലർ ക്രെഡിറ്റ് ലിമിറ്റിലുള്ള ആള് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, അങ്ങനെ ഇത് ഒരു സെറ്റ് ഓഫ് ഡേറ്റ ആണ്. സോ കറസ്പോണ്ടിങ് പിക്സൽസിൽ നമ്മൾ കാണുന്നത് ഒരാളുടെ ഡേറ്റയാണ്, ഒരു ടപ്പിൾ ഡേറ്റയാണ്. ആൻഡ് ഏജ്. ഓക്കെ, സോ ഇവിടെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻകത്തിന്റെ അസെൻഡിങ് ഓർഡർ ബേസ് ചെയ്തിട്ടാണ് എല്ലാ വിൻഡോസും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് വിൻഡോസിൽ നിന്നും എന്താ പഠിക്കുന്നത്? ഇൻകം അസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, കൂടുതൽ ആൾക്കാരുടെ ഇൻകം കുറവാണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ലൈറ്റ് ആയിട്ടാകുന്നത്. സോ ദ നമ്പർ ഓഫ് പീപ്പിൾ who have got higher incomes is less compared to the number of people who have got lower income. അതേപോലെ തന്നെ ആ റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂടുതലാണ്, ചിലരുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറവാണ്. പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ഇൻകം ഉള്ളവർക്കും കുറച്ച് ക്രെഡിറ്റ് ലിമിറ്റും ഹയർ ഇൻകം ഉള്ളവർക്ക് ഹയർ ക്രെഡിറ്റ് ലിമിറ്റുമാണ് ഉള്ളത്.
ഓക്കെ. ഇനി ട്രാൻസാക്ഷൻ വോളിയം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു റേഷ്യോ അല്ല നമ്മൾ കാണുന്നത്. നമ്മൾ എന്താ കാണുന്നത്? ഏറ്റവും കുറവ് ഇൻകം ഉള്ളവര് അധികം ട്രാൻസാക്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ അവരധികം മേടിക്കുന്നില്ല സാധനങ്ങൾ. അതുപോലെ ഭയങ്കരമായിട്ടും കൂടുതൽ പൈസ ഉള്ളവരും അധികം മേടിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരാരാ? ട്രാൻസാക്ഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മിഡിലിൽ വരുന്ന മിഡിൽ ഇൻകം ഉള്ളവര്, ഭയങ്കര കൂടുതലുമല്ല ഭയങ്കര കുറവുമല്ല, ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് കൂടുതൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഡി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻകം ലെവലിലും എല്ലാ ഏജ് ഗ്രൂപ്പുകളും ഉണ്ട്. ലോവർ ഏജ് ഗ്രൂപ്പുകളും ഹയർ ഏജ് ഗ്രൂപ്പുകളും എല്ലാ ഇൻകം ലെവലിലും ഉണ്ട് എന്നാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാം. മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. ലോവർ ഇൻകമിലും ഉണ്ട് ഹൈ ഏജ്ഡ് ആയിട്ടുള്ളതും ലോ ഏജ്ഡ് ആയിട്ടുള്ളതും, ഹയർ ഇൻകമിലും ഉണ്ട് ഹൈ ഏജ്ഡ് ആയിട്ടുള്ളത് ലോ ഏജ്ഡ് ആയിട്ടുള്ളത്. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയാനില്ല. ഓൾ ഏജിലുള്ള ആൾക്കാർ ഇസ് there in all these income levels. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ ഡേറ്റ കാണാതെ ഈ ഒരു റെപ്രസെന്റേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും ഈ പിക്സൽ ഓറിയന്റഡ് വിഷ്വലൈസേഷൻ വെച്ചിട്ട്. ഓക്കെ. Now the next is geometric projection visualization. Now പിക്സൽ ഓറിയന്റഡ് വിഷ്വലൈസേഷന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള സ്പേസ്, മൾട്ടി ഡയമെൻഷൻ വെച്ചാൽ ഇപ്പൊ 4 ഡയമെൻഷന്റെ നമ്മൾ കണ്ടത്. ഓക്കെ. ഡയമെൻഷൻസ് കൂടുന്നതിനനുസരിച്ച് അതിനെ റെപ്രസെന്റ് ചെയ്യാനും അതിനെ കമ്പയർ ചെയ്യാനും ഒക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാകും. ഓക്കെ. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിയോമെട്രിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഓരോ പ്രൊജക്ഷൻസിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാറ്റേൺസ് കണ്ടെത്താനായിട്ട് കഴിയും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്കാറ്റർ പ്ലോട്ട്. We're going to look at scatter plots and നമ്മുടെയൊക്കെ ഡേറ്റാ സെറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കാറ്റർ പ്ലോട്ട് ആണ്. ആ സ്കാറ്റർ പ്ലോട്ടിൽ നിന്ന് തുടങ്ങിയാണ് പിന്നെ ബാക്കി എന്ത് വേണം എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കുന്നത്, ജനറൽ ആയിട്ട് നോക്കുന്നത്. സ്കാറ്റർ പ്ലോട്ടിനും സാധാരണ നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന പ്ലോട്ട് ആണല്ലോ. സോ ദർ ഇസ് എൻ എക്സ് ആക്സിസ് ആൻഡ് ദർ ഇസ് എ വൈ ആക്സിസ്. 2 ഡയമെൻഷൻസിലുള്ളതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ മാക്സിമം പോയ ഒരു തേർഡ് ഡയമെൻഷൻ കൂടെ കളർ വെച്ചിട്ടോ ഷേപ്പ് വെച്ചിട്ടോ ഒരു തേർഡ് ഡയമെൻഷൻ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. 4 ഡയമെൻഷൻ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ ആൻഡ് ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 4ൽ നിന്നും കൂടുതൽ വരുമ്പോൾ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് സ്കാറ്റർ പ്ലോട്ട്. Now let's just look at a scatter plot. This is a geometric projection. ഓക്കെ. ഒരു ഗ്രാഫ് വെച്ചിട്ട് എക്സും വൈയിലും ആക്സിസിലും ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ എക്സ് ആക്സിസ് ഒരു ഡയമെൻഷൻ ആയിരിക്കും, വൈ ആക്സിസ് ഒരു ഡയമെൻഷൻ ആയിരിക്കും. എന്നിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സാധനവും ഇസ് നോട്ട് എല്ലാം ഒരു ഡോട്ടായിട്ടോ ഒരു സർക്കിളായിട്ടോ അല്ല റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. there is a circle, there is a square, there is plus, there is triangle and there is star. ഓക്കെ. ഇവിടെ കണ്ടോ സ്റ്റാർ. ഓക്കെ. അങ്ങനെ പലതായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് എത്ര ഡയമെൻഷൻസ് ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഷേപ്പ് ഉണ്ട്. ഓക്കെ. സോ ഹിയർ 3 ഡയമെൻഷൻസ് ഹാവ് ബീൻ റെപ്രസെന്റഡ്. ഇനി ഈ ഷേപ്സിന്റെ അകത്ത് തന്നെ കളേഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ 4 ഡയമെൻഷൻസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. സോ ദിസ് ഇസ് ഹൗ എ സ്കാറ്റർ പ്ലോട്ട് ക്യാൻ ബി drawn. And നമുക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത്, എക്സ് എന്താണ്, ആ ഡയമെൻഷൻസിന്റെ ആട്രിബ്യൂട്ട് വാല്യൂസ് എന്താണോ ബേസ് ചെയ്ത് അതേ വെച്ചിട്ട് നമുക്ക് ഇതിനെ സ്റ്റഡി ചെയ്തെടുക്കാനായിട്ട് കഴിയും. ക്ലസ്റ്ററിംഗ്, ഇഫ് യു റിമെമ്പർ നമ്മൾ മെഷീൻ ലേണിംഗ് പഠിച്ചപ്പോൾ ക്ലസ്റ്ററിംഗ് ചെയ്തപ്പോൾ നമ്മൾ എക്സാമ്പിൾസും എക്സ്പ്ലനേഷൻസും എല്ലാം സ്കാറ്റർ പ്ലോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ. സോ ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്കാറ്റർ പ്ലോട്ട് ഇൻ 3 dimension. ഓക്കെ. now scatter plot n dimension ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പോസിബിൾ ആണ്. we will be using a matrix of scatter plots. ഓക്കെ. സോ ഇവിടെ നമുക്ക് കാണാം this is a matrix of scatter plots. ഈ കാണുന്നത് ഒരു സ്കാറ്റർ പ്ലോട്ട് ആണ്, ഈ കാണുന്ന ഒരു സ്കാറ്റർ പ്ലോട്ട് ആണ്. അങ്ങനെ 4x4 that is 16 scatter plots is representing a dimension of 4 ഡയമെൻഷൻ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. 4 ഡയമെൻഷൻ ആണല്ലോ. സോ 0 1 2 3
മുകളിലും 0 1 2 3 സീറോയും സീറോയും ഫസ്റ്റ് ഡയമെൻഷൻ ആണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് സ്കാറ്റർ പ്ലോട്ടിന്റെ ആവശ്യമില്ല. കമ്പാരിസൺ അവിടെ ഇല്ല, ഒരു ഡയമെൻഷൻ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് സെപ്പൽ ലെങ്ത് ഡയമെൻഷൻ സെപ്പൻ ലെങ്ത് ആണ്. ദിസ് ഇസ് ഇവിടെ താഴെ നോക്കിക്കേ, ഐറിസ് സ്പീഷീസ്, അതൊരു പൂവാണ്. ഇറ്റ്സ് എ ഫ്ലവർ. ആ സ്പീഷീസിന്റെ ഡിഫറെന്റ് ഡേറ്റാസ് എടുത്തിട്ട് കമ്പാരിസൺ ആണ് നടത്തുന്നത്, ഡയമെൻഷൻസ് എടുത്തിട്ട്. സോ സെപ്പൽ ലെങ്തും പെറ്റൽ ലെങ്തും അതുപോലെ തന്നെ സെപ്പൽ വിഡ്ത്തും പെറ്റൽ വിഡ്ത്തും ആണ് ഇവിടെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഓരോ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് റോയിൽ കാണുന്നതെല്ലാം സെപ്പൽ ലെങ്ത് കമ്പയർഡ് ടു പെറ്റൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത് ആൻഡ് പെറ്റൽ വിഡ്ത്ത്, അതാണ് ഈ കാണുന്നത്. സോ ഇത് സെപ്പൽ ലെങ്ത് ആൻഡ് പെറ്റൽ ലെങ്ത്, ഇത് സെപ്പൽ ലെങ്ത് ആൻഡ് സെപ്പൽ വിഡ്ത്ത്, ഇത് സെപ്പൽ ലെങ്ത് ആൻഡ് പെറ്റൽ വിഡ്ത്ത്. ഓക്കെ, ഇനി രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞാൽ പെറ്റൽ ലെങ്ത് കമ്പയർഡ് ടു ഓൾ ദി അതർ ഡയമെൻഷൻസ്. Third one, sepal width compared to all the other dimensions, and this is petal width compared to all the other dimensions. Okay, ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അറ്റ് എ ടൈം രണ്ട് ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് റിസൾട്ട്സ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഇഫ് ദി n dimension is very high, value of n is very high. ഓക്കെ, ഒരു 4 വരെയൊക്കെ ഉള്ളത് നമുക്ക് എങ്ങനെയും ഒക്കെ കമ്പാരിസൺ ചെയ്ത് റിലേഷൻഷിപ്പ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അതിലും കൂടുതലായി കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, ഇത് 2 ഡയമെൻഷൻ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് നോക്കിക്കേ, ഇതും 2 ഡയമെൻഷൻ, എക്സും വൈയും 2 ഡയമെൻഷൻ. അത് കഴിഞ്ഞിട്ട് അകത്ത് എക്സ് ആയിട്ടും പ്ലസ് ആയിട്ടും സർക്കിൾ ആയിട്ടും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സോ ആക്ച്വലി ഈച്ച് ഓഫ് ദീസ് സ്കാറ്റർ പ്ലോട്ട്സ് ആർ 3 dimension comparisons. Okay, now ഇതിന്റെ ഡാർക്ക്നെസ്സും ഇതിന്റെ ലൈറ്റ്നെസ്സും കണ്ടു കഴിഞ്ഞാൽ കളറും കൂടെ ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതിന്റെ അകത്ത് തന്നെ ഓവർലാപ്പ് വരുന്നുണ്ട്. ചിലത് ആർ ലൈറ്റർ എക്സസ് ആൻഡ് സം ആർ ഡാർക്കർ എക്സസ്. സോ അങ്ങനെയാണെങ്കിൽ അനദർ ഡയമെൻഷൻ ഹാസ് ബീൻ ആഡഡ്. ഓക്കെ, നൗ next one is icon based visualization. Now ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം higher dimension visualization, multi dimension. Okay, so ഇവിടെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ ചെർണോഫ് ഫേസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫേസിന്റെ ഓരോ ആട്രിബ്യൂട്ടും, ഐബ്രോസിന്റെ ഷേപ്പ്, കണ്ണിന്റെ ഷേപ്പ്, മൂക്കിന്റെ ഷേപ്പ്, വായയുടെ ഷേപ്പ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ദ ഡയമെൻഷൻസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ പ്ലേസ്മെന്റ്, ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത്, സൈസ് ഏതാണ്, ഷേപ്പ് ഏതാണ്, ഓറിയന്റേഷൻ അപ്പ് ആണോ ഡൗൺ ആണോ, അങ്ങനത്തെ പല ഓറിയന്റേഷൻ, ഇതെല്ലാം വെച്ചിട്ട് പലതരം ഡയമെൻഷൻസിനെ, പലതരം വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇത് ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ഡേറ്റാ സെറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് തന്നെ പെട്ടെന്ന് ഇതിന്റെ ഡിഫറൻസ് ഏതാണ് എന്ന് കണ്ടെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അനാലിസിസിലാണ് കൂടുതലും ഈ ടൈപ്പ് ഓഫ് ഫേസസ് യൂസ് ചെയ്യുന്നത്, കാർട്ടൂൺ ഹ്യൂമൻ ഫേസസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. ഓക്കെ, ഇതേപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ടേൺ ഓഫ് ഫേസസ് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് സ്റ്റിക്ക് ഫിഗേഴ്സ്. സ്റ്റിക്ക് ഫിഗേഴ്സ് അഗെയിൻ മൾട്ടി ഡയമെൻഷനിലാണ്. 5 പീസ് സ്റ്റിക്ക് ഫിഗർ ആണ് യൂസ് ചെയ്യുന്നത്. 2 കൈ, 2 കാല്, ബോഡി, എല്ലാം വരകളാണ്. ഓക്കെ, നൗ ഈ 2 ഡയമെൻഷൻസ് മാപ്പ് ചെയ്തിരിക്കുന്നത് എക്സിലേക്കും വൈയിലേക്കുമാണ്. ഓക്കെ, എക്സ് ആക്സിസും വൈ ആക്സിസിലേക്കുമാണ് 2 ഡയമെൻഷൻ. മീൻ ഇത് പ്ലോട്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, മാപ്പ് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസ്. ബാക്കി മോർ ദാൻ 2 ഡയമെൻഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈയുടെ ആംഗിൾ, ബോഡിയുടെ ആംഗിൾ, അതിന്റെ യുനോ വിഡ്ത്ത്, ലെങ്ത് ഓഫ് ദ കൈ, കാല്, അത് ഓരോന്നും ഓരോ ഡയമെൻഷനും ഓരോ വാല്യൂയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. Okay, again this is also not so easy to interpret by the human beings. ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. Okay, but this is also used again for automated analysis.
ഇനി hierarchical visualization. hierarchical visualization എന്ന് പറയുന്നത് ഇത്രയുമേ ഉള്ളൂ. 2 dimension അല്ലെങ്കിൽ 3 dimension സ്പേസിൽ തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു 3 dimension സ്പേസിൽ അനദർ 3 dimension സ്പേസ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 6 dimensionsനെ അത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അപ് ടു 6 dimensions വേൾഡ് വിതിൻ വേൾഡ്സ്. ഇനി ആ 6th dimension സ്പേസിൻ്റെ അകത്ത് അനദർ വെക്കുവാണെങ്കിൽ അടുത്ത ഒരു 3 dimension കൂടെ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ മൾട്ടിപ്പിൾ. ബട്ട് ദിസ് ഇസ് ഓൾസോ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഹ്യൂമൻ ബീങ്സ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബട്ട് ഓട്ടോമേറ്റഡ് അനാലിസിസിൽ നമുക്ക് ഡേറ്റ കണ്ടെത്താനും ഒരു വിഷ്വലൈസേഷൻ കിട്ടാനും ഇത് പ്രയോജനപ്പെടുന്നതാണ്. Okay, so this is another visualization method, and this is normally done by partitioning each dimension into subsets. ഒരു ഡയമെൻഷന്റെ അകത്ത് തന്നെ അടുത്ത കുറെ സബ്സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ അങ്ങനെയാണ് നമ്മൾ ഈ 3 ഡയമെൻഷന്റെ അകത്ത് അനദർ 3 ഡയമെൻഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നൗ വിഷ്വലൈസേഷൻ യൂസിങ് കോംപ്ലക്സ് ഡേറ്റ ആൻഡ് റിലേഷൻസ്. ഓക്കെ, അപ്പം ഈ വിഷ്വലൈസേഷൻ ന്യൂമറിക് മെത്തേഡ്സിനും നോൺ ന്യൂമറിക് ഡേറ്റയ്ക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും. മെത്തേഡ്സിനല്ല, ഡേറ്റേനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു വെബ്സൈറ്റിന്റെ ടാഗ്സ്, ഏതൊക്കെ ടാഗ്സ് ഉണ്ട് എന്ന്, ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഏതൊക്കെ ടാഗ്സ് ആണ് ഒക്കർ ചെയ്യുന്നത് അത് കാണിക്കാൻ വേണ്ടി ഒരു ടാഗ് ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ഈ ടാഗ് ക്ലൗഡിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചില ടാഗ്സ് ലൈക്ക് ഫോർ ദ ഫസ്റ്റ് വൺ ലെഫ്റ്റ് സൈഡ് കോർണറിലുള്ള ഇത് പെന്റഗൺ ഡിനൈസ് ഡെസക്രേഷൻ, പെന്റഗൺ ഡിനൈസ് ഡെസക്രേഷൻ, ഇതാണ് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇത് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഈ ടാഗ് ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ വെബ്സൈറ്റിലുള്ള ടാഗ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടാഗ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ചെറുതായിട്ട് കിടക്കുന്നു, കാണത്തു പോലും ഇല്ലാത്ത കിടക്കുന്നതൊക്കെ അത്ര ട്രെൻഡിങ് അല്ല, ടാഗാണ്, ഇറ്റ് ഇസ് ദെയർ ഇൻ ദ വെബ്സൈറ്റ്. ഓക്കെ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടാഗ് ക്ലൗഡ് എന്ന് പറയുന്നത്. ആൻഡ് സിമിലർ മെത്തേഡ്സ്. ഓക്കെ, അടുത്തത് ഇൻഫ്ലുവൻസ് ഗ്രാഫ്. ഇൻഫ്ലുവൻസ് ഗ്രാഫ് 2 ഡയമെൻഷന്റെ അല്ലെങ്കിൽ 2 വാല്യൂസ് തമ്മിലുള്ള കോറിലേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഡിസീസുകൾ തമ്മിലുള്ള കോറിലേഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഓരോ ഡിസീസിന്റെ ഷോർട്ട് ഫോം തന്നിട്ടുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ ആണെങ്കിൽ HP ആണ്, അലർജീസ് ആണെങ്കിൽ AL ആണ്, ഓവർ വെയിറ്റ് ആണെങ്കിൽ OV ആണ്, ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് HC ആണ്, ആർത്രൈറ്റിസ് AR ആണ്. അങ്ങനെ ഓരോ ഡിസീസസും. സോ ഇവിടെ നമ്മൾ HB എടുത്തു, ഹൈ ബ്ലഡ് പ്രഷർ. ഹൈ ബ്ലഡ് പ്രഷർ ഈസ് കോറിലേറ്റഡ് വിത്ത് ഓവർ വെയിറ്റ്. ഇത് കണ്ട് ഈ ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒത്തിരി ലിങ്കുകൾ വരുന്നത് ഹൈ കോറിലേഷൻ ഉള്ള കാര്യങ്ങളാണ്. ഈ HB is related to high blood pressure is related to TR. High blood pressure is related to DI. TR എന്ന് പറയുന്നത് trouble seeing, DI diabetes, AR എന്ന് പറയുന്നത് arthritis. ഓക്കെ, അങ്ങനെ ഈ ഹൈ ബ്ലഡ് പ്രഷർ CN ഇവിടെ ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നതൊക്കെ ഹൈലി റിലേറ്റഡ് ആണ്. HB is ഓൾസോ റിലേറ്റഡ് ടു കണ്ട് ഇച്ചിരി ദൂരെ കിടക്കുക CN. ക്യാൻസർ ഉള്ളവർക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദൂരം കൂടുന്നതിനനുസരിച്ച്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കോറിലേഷൻ കുറവായിരിക്കും. പിന്നെ ചിലത് ലിങ്കേ അല്ല. ഇത് കണ്ടോ, കുറെ സംഭവങ്ങൾ ഇവിടെ LI എന്ന് പറയുന്ന സാധനം ലിവർ കണ്ടീഷൻ. ഹൈ ബ്ലഡ് പ്രഷറും ലിവർ കണ്ടീഷനും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ല. KI എന്ന് പറയുന്നത് കിഡ്നി പ്രോബ്ലംസ്, അതും ഹൈ ബ്ലഡ് പ്രഷറും തമ്മിൽ പ്രത്യേകിച്ച് ഒരു കോറിലേഷൻ ഇല്ല എന്നാണ് ഡേറ്റ സെറ്റ് കാണിക്കുന്ന കാര്യമാണ് പറയുന്നത്. ആക്ച്വലി കോറിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കഥയല്ല പറയുന്നത്. നമ്മുടെ ഡേറ്റ സെറ്റിൽ ഇത് തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് കാണിക്കുന്നു. ദിസ് ഇസ് ആൻ ഇൻഫ്ലുവൻസ് ഗ്രാഫ്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് കോറിലേഷൻസ് എവിടെയൊക്കെ നമ്മൾ കണ്ടെത്തുന്നു അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻഫ്ലുവൻസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഈ ഇൻഫ്ലുവൻസ് ഗ്രാഫ് വരെയുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എക്സാമ്പിൾസ് ആയിട്ട് കാണും.
Okay, now let's look at another very important thing. ഇനി അടുത്ത മോഡ്യൂളുകളിലൊക്കെ ഞാൻ ഈ എങ്ങനെയാണ് സിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഡിസിമിലാരിറ്റി കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. Okay, when I tell you to find the similarity or the dissimilarity, you will have to remember that ഈ particular algorithms, sorry, ഫോർമുലകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിമിലാരിറ്റി കണ്ടെത്തുന്നത് എന്നുള്ളത്. Okay, now എല്ലാ measures of dissimilarity and similarity ഞാൻ നോക്കുന്നില്ല. We're going to look at just a few today, and the rest we will look in. That is numeric ഡേറ്റയെ ബേസ് ചെയ്തിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ബാക്കി നോമിനൽ ഡേറ്റയിലുള്ളതും നമുക്ക് ഇതിൽ നോക്കാം. Okay, so let's look at എവിടൊക്കെയാണ് സിമിലാരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. നോർമലി സിമിലാരിറ്റി മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് unsupervised learning യൂസ് ചെയ്യുന്നിടത്താണ്. Okay, so clustering, outlier analysis, nearest neighbor classification, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സിമിലാരിറ്റി മെഷേഴ്സ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി മെഷേഴ്സ് ആയിരിക്കും. Okay, now ഡിസിമിലാരിറ്റി മെഷർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഡേറ്റയുടെ മെട്രിക്സ് ഉണ്ടായിരിക്കണം. വാട്ട് ഇസ് ഡേറ്റ മെട്രിക്സ്? ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ആ ഡേറ്റയുടെ ഡയമെൻഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ കാണുവാണെന്നുണ്ടെങ്കിൽ n ഓബ്ജക്ട്സ് ഉണ്ട്. ഈ n ഓബ്ജക്ട്സിന് p ഡയമെൻഷൻസ് ഉണ്ട്. ഈ p ഡയമെൻഷൻസ്, ദാറ്റ് ഇസ് ആട്രിബ്യൂട്ട്സ്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഓരോ ടപ്പിൾ ആൻഡ് ഡേറ്റാബേസ് ലിംഗോ യൂസ് ചെയ്യുവാണെങ്കിൽ, ദാറ്റ് ഇസ് ലാംഗ്വേജ് ഓഫ് ഡേറ്റാബേസസ് യൂസ് ചെയ്യുവാണെങ്കിൽ ഓരോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓരോ ടപ്പിൾ ആണ് ആൻഡ് ഓരോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ട് ആണ്. സോ ഇവിടെ n objects and p dimensions ആണ് നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ഇത് നോർമലി നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സിമിലാരിറ്റി മെഷേഴ്സ് ബേസ്ഡ് ഓൺ ഡേറ്റ മെട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇസ് വെൻ വി വോണ്ട് ടു ഡു ദ ക്ലസ്റ്ററിംഗ് ഓർ ദ ക്ലാസിഫിക്കേഷൻ ഇൻ ദ മെയിൻ മെമ്മറി ഇറ്റ്സെൽഫ്. സോ ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഡേറ്റയിലൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണ്, ബട്ട് മാനുവലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ആ കേസുകളിലാണ് നോർമലി ഈ മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അതർവൈസ് വി യൂസ് ഡിഫറെന്റ് മെത്തേഡ്സ്. വി വിൽ കം ടു ഓൾ ദാറ്റ് ലേറ്റർ. Okay, so because the data matrix is n by p, it is a two-mode matrix. Okay, we're going to look at examples. Just understand the general, representations right now. In dissimilarity matrix ennu parayunnathu enduva. Okay, how different is one object from the other എന്നുള്ളതാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, so normally dissimilarity will always be a positive value. Negative values ആവാൻ ചാൻസ് ഇല്ല. And the dissimilarity of I, j and j, a will be, j, I will be the same because രണ്ട് same objects തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് it will be the same. Okay, now ഈ ഒരു കേസിൽ it is a one mode matrix because we are comparing an object to an object. Okay, where dimensions കൊണ്ടല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്, an object to an object ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. So it's a one mode matrix. Okay, now ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത നമുക്ക് കാണാം. This is actually d1, 1. This is d1, 2, 2. This is d3, 3, and this is dn, n. Okay, so if we are looking at the dissimilarity of the same object, the dissimilarity is going to be 0. കാരണം similar ആണ്, dissimilar അല്ല, അതുകൊണ്ട് it is going to be 0. And if you want to find the similarity matrix, dissimilarity കണ്ടുപിടിച്ചിട്ട് 1 minus the dissimilarity is the similarity. Okay, so binary കേസിൽ 1 ഉം 0 ഉം ആകുമ്പോൾ either 1 or 0 കാണത്തുള്ളൂ. But if you have got scales, then we can have any value between 0 and 1. Okay, that also we will be looking at later. Now we are going to look at proximity measures for nominal attributes. കഴിഞ്ഞ ക്ലാസ്സിൽ nominal attribute എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. There are different types of attributes. Categoriesൽ represent ചെയ്യുന്നത് നോമിനലും ഓർഡിനലും ആണ്. നോമിനൽ ആട്രിബ്യൂട്ടിൽ പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ല, ഓർഡിനൽ ആട്രിബ്യൂട്ടിൽ ഓർഡർ ഉണ്ട്. കാറ്റഗറീസ് തന്നെയാണ് രണ്ടും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് ബൈനറി attributes, numeric attributes. Binary attributes
will have only two values, either 0 or 1. Okay, ini binary attributes in the yes and no, 1 0, true false, അങ്ങനത്തെ വാല്യൂസിനെയാണ് ആട്രിബ്യൂട്ട്സിനെയാണ് ബൈനറി ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് അറിയാവുന്ന കാര്യമാണല്ലോ, അതിന് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്പേഴ്സ് വരുന്ന ഏത് വാല്യൂസും ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ, എന്ന് കരുതി ഞാൻ കാറ്റഗറിക്ക് വേണ്ടി 1 2 3 എന്നിട്ട് കഴിഞ്ഞാൽ, ഓക്കെ, ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 എന്ന് ഞാൻ ഇടുവാണെങ്കിൽ, ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് അങ്ങനെ ഞാൻ ഇടുവാണെങ്കിൽ അത് ന്യൂമറിക് വാല്യൂ അല്ല, അത് കാറ്റഗറി വാല്യൂ തന്നെയാണ്. പ്ലീസ് പേ അറ്റൻഷൻ ടു ദിസ്, ബിക്കോസ് പരീക്ഷയിൽ ഒരു ടേബിൾ തന്നിട്ട് അതിന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെ ടൈപ്പ് ആണ് എന്ന് ചോദിക്കാം. അപ്പൊ യു മസ്റ്റ് ബി ക്ലിയർ. 1 2 3 എന്ന് കണ്ടത് കൊണ്ട് ആ ഡേറ്റ ന്യൂമറിക് ആയിരിക്കണം എന്നില്ല. ഓക്കെ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇയർ 1992, അത് ന്യൂമറിക് ആണ്, വാല്യൂ തന്നെയാണ്. പക്ഷേ അതേൽ ഞാൻ പ്ലസും മൈനസും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്? ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഓർഡിനൽ ഡേറ്റ. എനിക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. 2000, 2001, 2002 അങ്ങനെ എനിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് 1 2 3 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ന്യൂമറിക് ഡേറ്റ അല്ല, അത് കാറ്റഗോറിക്കൽ ഡേറ്റ ആണ്, വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ്. ഇറ്റ് ഈസ് ഓർഡിനൽ ഡേറ്റ. Okay, so please keep that in mind. Just because you see a number, it is not a numeric data. Okay, what is that particular attribute used for? അതിനെയാണ് മാനിപ്പുലേഷൻസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണ് നമ്മൾ ശരിക്കും നോക്കേണ്ടത്. ഓക്കെ, നൗ നോമിനൽ ആട്രിബ്യൂട്ട്സിന്റെ സിമിലാരിറ്റി അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി, ക്ലോസ്നെസ്, പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഹൗ ക്ലോസ് ഇറ്റ് ഈസ് ടു ഈച്ച് അതർ. ഓക്കെ, മാച്ച് ആണെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, സോ നമ്പർ ഓഫ് മാച്ചസ് ആണ് m, നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് p. ഓക്കെ, സോ രണ്ട് ഒബ്ജക്റ്റ് ഐയും ജെയും എനിക്ക് ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് മാച്ചസ് എത്രയുണ്ടെന്നും ആ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് എത്രയാണെന്ന് കണ്ടെത്താം. എന്നിട്ട് ഡിസിമിലാരിറ്റി ഇസ് ഗിവൺ ബൈ p minus m divided by p. Similarity is 1 minus the dissimilarity. Okay, ഇതപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ 1 minus dissimilarity ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ m by p എന്ന് കിട്ടും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് കൂടുതൽ വെയിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വെയിറ്റ്സ് ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഈ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. Find the dissimilarity matrix for the following objects. ഓക്കെ, നോമിനൽ ഡേറ്റയെ മാത്രം നമുക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് നോക്കിക്കേ, ഇവിടെ വി ഹാവ് ഗോട്ട് ആദ്യത്തെ 1 1, അത് 1 1 2 2 3 3 4 4 എല്ലാം സീറോസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ 1ഉം 2ഉം കോഡ് എയും കോഡ് ബിയും ആണ്. അത് സെയിം ആണോ? സെയിം അല്ല. സോ ഇറ്റ് ഇസ് ഡിസിമിലർ. സോ ദ വാല്യൂ ഇസ് 1. കോഡ് എ കോഡ് സി അതും സെയിം അല്ല. സോ 1ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുന്നു, അതും സെയിം അല്ലാത്തത് കാരണം ഇറ്റ് ഇസ് 1. എന്നാൽ 1ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് 0. കാരണം എന്താ? 1ഉം കോഡ് എ ആണ്, 4ഉം കോഡ് എ ആണ്. ഓക്കെ, അടുത്തതിൽ ഹിയർ വി ആർ കമ്പയറിംഗ് 2 ആൻഡ് 3. 2ഉം 3ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബിയും സിയും ആണ്. സോ ഇറ്റ് ഇസ് ഡിസിമിലർ. 2ഉം 4ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഓൾസോ ഡിസിമിലർ. സോ വി ഹാവ് 1 ആൻഡ് 1. ഇനി 3ഉം 4ഉം കൂടെ കമ്പയർ സിയും എയും. സോ ദാറ്റ് ഇസ് ഓൾസോ dissimilar. So we have 1. So ഈ മെട്രിക്സിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ പർട്ടിക്കുലർ നോമിനൽ ഡേറ്റയുടെ 1ഉം 4ഉം സിമിലർ ആണ്, ബാക്കിയെല്ലാം ഡിഫറെന്റ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. So this is the dissimilarity matrix for test 1 nominal data. Okay, ഇനി supposing we have got more than one value for ഒരു പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് കുറെ വാല്യൂസ് ഉണ്ട് എന്ന് വിചാരിക്കാം. അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ബൈനറി, ഒരു പുതിയ ബൈനറി ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് m സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, മാപ്പിൽ കളർ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്.
ഓക്കെ, ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, പിങ്ക്, ബ്ലൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ബൈനറി ആയിട്ട് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. So if a particular area is green in color, I can give 0, 0, 1, 0, 0. So ആ particular spot green ആണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ബൈനറി വാല്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എൻകോഡിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. Okay, using asymmetric binary attributes for encoding. Okay, so ഇതും നോമിനൽ ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെ ശരിക്കും നോമിനൽ ആട്രിബ്യൂട്ട് ആണ്. ഇത് റെഡ്, യെല്ലോ, ഗ്രീൻ എന്നൊന്നും പർട്ടിക്കുലർ ഓർഡർ ഇല്ല, കാറ്റഗറീസ് ആണ്. അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ബൈനറി ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയും. എന്നിട്ട് എനിക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് അപ്പം എളുപ്പമാണ്. Okay, now let's look at proximity measures for binary attributes. Binary attributes in the proximity measure ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ the binary attribute yes, no, positive, negative അങ്ങനത്തെയാണ് ബൈനറി ആട്രിബ്യൂട്ട്സ്. അപ്പൊ നമ്മുടെ ഡയമെൻഷൻസിന്റെ വാല്യൂസ് ബൈനറി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ടിജൻസി ടേബിൾ use ചെയ്യാം. And presence of the attribute will be represented by 1 and absence of the attribute will be represented by 0. So yes will be represented by 1 and no will be represented by 0. P will be represented by positive will be represented by 1 and N negative will be represented by 0. Okay, true will be represented by 1, false will be represented by 0. അതോർത്തോണം. Okay, now ഇവിടെ കണ്ടിജൻസി ടേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ കണ്ടിജൻസി ടേബിളെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരിയും എന്താ പറയാ പെർഫോമൻസ് മെഷേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും, which we will be doing in later modules, and I will not explain to you contingency table again. Okay, please remember these things and learn it carefully. Okay, അന്നേരം ഞാൻ പറഞ്ഞു പോവുമായിരിക്കും ചെയ്യുക, വീണ്ടും ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. Okay, now what is a contingency table? രണ്ട് ഓബ്ജക്റ്റ് തമ്മിൽ, ഓബ്ജക്റ്റ് ഓർത്തോണം, ഓരോ ടപ്പിളിനെയാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഐ എം കമ്പയറിംഗ് ബിറ്റ്വീൻ ടു ടപ്പിൾസ്, objects, object I and object J. Okay, now ഈ object I and object J has got several attributes, but those attributes are binary attributes. So ഞാൻ ഇതാണ് നോക്കുന്നത്, എത്ര എണ്ണം ആർ പോസിറ്റീവ് പോസിറ്റീവ് 1 1, object I യും object J യും എത്ര എണ്ണം have got both positive values, then എത്ര എണ്ണം has got I has got positive and J has got negative. Here 0 1, so I has got negative and J has got positive, and here 0 0. Okay, ഈ നമ്മള് അസിമെട്രിക് ഡേറ്റ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ 0 0 നമ്മൾ എടുക്കത്തില്ല, അത്രയേ ഉള്ളൂ. Okay, symmetric angle 0 0 യും എടുക്കും, because we are not giving pratyej any weightage for the 1 or the 0. But if we are taking asymmetric binary values, you remember I told you only the positive has got value. So 0 0 both negatives are adine nammal concerned ആവേണ്ടി ആവശ്യം ഇല്ല. Finally ഈ ഓരോ റോയുടെയും ഓരോ കോളത്തിന്റെയും സം ആണ് ഇത് കാണുന്നത്, q plus r s plus t, q plus s r plus t, and p is ഇത് ആഡ് ചെയ്താലും ഇത് ആഡ് ചെയ്താലും നമുക്ക് ഈ ടോട്ടൽ നമ്പർ കിട്ടണം, q plus r plus s plus t. Okay, this is our contingency table. Now let's look at an example. Sorry, first let's look at the formula for dissimilarity. Okay, symmetric binary dissimilarity ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ളത് ഏതൊക്കെയാ? 1 ഉം 0 ഉം 0 ഉം 1 ഉം ആണ് ഡിസിമിലർ. So r plus s are the dissimilar values divided by p, the total number of values, that is q plus r plus s plus t. Okay, so we have r plus s divided by q plus r plus s plus t. Now നമ്മൾ അസിമെട്രിക്കിനാണെങ്കിൽ ടി അങ്ങ് കളഞ്ഞേക്കാം, 0 0 ന് വാല്യൂ ഇല്ല അസിമെട്രിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞു. സോ ആർ പ്ലസ് എസ് ഡിവൈഡഡ് ബൈ ക്യൂ പ്ലസ് ആർ പ്ലസ് എസ്, ടി വേണ്ട. ഓക്കെ, അതാണ് ഡിസിമിലാരിറ്റി ഓഫ് അസിമെട്രിക് ബൈനറി. അസിമെട്രിക് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആണ് ആ ഓബ്ജക്ട്സിന് ഉള്ളതെങ്കിൽ. ഓക്കെ, സിമിലാരിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 മൈനസ് ഡിസിമിലാരിറ്റി. Okay, E 1 minus dissimilarity or Q divided by Q plus R plus S is also called Jaccard coefficient. Okay, so question papers Jaccard coefficient ആണ് calculate ചെയ്യാൻ പറയുന്നതെങ്കിൽ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം. Okay, it is the
similarity of asymmetric binary attributes. Okay, now let's look at, we're going to apply the formulas. This is the data matrix that we have. We have got a relationship table where patients are described by binary attributes. അത് ഓരോ പേഷ്യന്റിന്റെ പേരുണ്ട്, ജെൻഡർ, ഫീവർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, ചുമയുണ്ടായിരുന്നോ, കോഫ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, പിന്നെ കുറെ ടെസ്റ്റുകൾ ചെയ്തിരിക്കുന്നതിന്റെ റിസൾട്ട്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ടെസ്റ്റ് 1, ടെസ്റ്റ് 2, ടെസ്റ്റ് 3, ടെസ്റ്റ് 4. Okay, ഇനി ഇതില് we are going to draw the contingency table for Jack and Jim. Okay, so ഇവിടെ object 1 is Jack, object 2 is Jim, and we are looking at എത്ര എണ്ണത്തില് 1 1 ഉണ്ട്, എത്ര attributes 1 1 ഉണ്ട്. Now what is 1 1? പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ്. സോ ജെൻഡർ എടുക്കണ്ട, we don't have anything positive or negative in gender. So we are looking at fever, cough, test 1, test 2, and test 3. So yes yes അല്ലെങ്കിൽ PP ഉള്ളത് ഏതൊക്കെയാണ്? Yes yes ഉള്ളത് 1. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. So Q value is 1. ഇനി 1 0, ജാക്കിൻ്റെത് പോസിറ്റീവും ജിമ്മിൻ്റെത് നെഗറ്റീവും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജാക്കിൻ്റെത് പോസിറ്റീവ് ഇത് മാത്രമേ ഉള്ളൂ, ജിമ്മിൻ്റെത് അത് നെഗറ്റീവുമാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ 1. പിന്നെ ജാക്കിൻ്റെത് നെഗറ്റീവും ജിമ്മിന്റെ പോസിറ്റീവും. ജാക്കിന്റെ നെഗറ്റീവ് 4 എണ്ണം ഉണ്ട്, അതിൻ്റെ ജിമ്മിന്റെ പോസിറ്റീവ് പക്ഷെ ഒന്നേ ഉള്ളൂ, ബാക്കി ഇത് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് നെഗറ്റീവാണ്. സോ ഹിയർ വി ഹാവ് 1 വാല്യൂ. ആൻഡ് ഇത് ജാക്കും ജിമ്മും നെഗറ്റീവ് ആയിട്ടുള്ളത് 3, ദാറ്റ് ഇസ് 1 2 3. So we have got this 3. പിന്നെ സം ചെയ്യാം. This is 1 plus 1 2, 1 plus 3 4. ഇവിടെ 1 plus 1 2, ഇവിടെ 1 plus 3 4, and total is 6. Okay, ഇങ്ങനെ നമ്മൾ we have already calculated and kept the contingency table. Okay, ഇനി എനിക്ക് ഈ ജാക്കും ജിമ്മുമായിട്ടുള്ള ഡിസിമിലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. ജസ്റ്റ് അപ്ലൈ ദ ഫോർമുല. ജാക്കിന്റെയും ജിമ്മിന്റെയും ഡിസിമിലാരിറ്റി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ what is formula? R plus S, that is 1 plus 1 divided by, okay, ഇവിടെ പോസിറ്റീവ് asymmetric ആയിട്ടുള്ള ഡേറ്റയാണ്, കാരണം we are interested in the positive cases, we are not interested in the negative cases. So we will get 1 plus 1 divided by Q plus R plus S. Okay, here 1 plus 1 divided by Q plus R plus S, that is 2 divided by 3. Okay, so 2 divided by 3 is 0.67. ഇതേപോലെ തന്നെ create, you can do it at home, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് create the contingency table for Jack and Mary and Jim and Mary and calculate the dissimilarity of Jack and Mary and Jim and Mary and check whether your answers are correct. Okay, with this I would like to conclude today's session. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറയുന്നത് പോലെ തന്നെ ഒന്നെങ്കിൽ യൂട്യൂബ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഗ്രൂപ്പ് മെയിലിലോ എനിക്ക് നിങ്ങളുടെ സംശയങ്ങൾ, ഡൗട്ട്സ് അയച്ചു തരാം. Thank you very much. We'll continue in the next class.